ഹായ് ഗായ്സ്. അപ്പൊ നമ്മൾ അഴീക്കൽ ബീച്ച് വന്നിരിക്കുക ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏതാണെന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത്. ആൻസർ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അറിയത്തൊന്നുമില്ല. കിട്ടുമില്ല, നമുക്ക് ഈ വീട്ടിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ആൻസർ പറയുന്നത് ചെറിയൊരു ഗിഫ്റ്റ് എന്തായാലും ഉള്ളതാണ്. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏതാണെന്നറിയാമോ? കാക്ക. അറിയില്ല. പ്രാവ്. കാക്കയാ? അവിടെ കാക്ക പറഞ്ഞല്ലോ, വേണേ മാറ്റി പിടിച്ചൂടെ? അറിയത്തില്ല. ഇഷ്ടംപോലെ പക്ഷികളല്ലേ ഉള്ളത്. കൊക്കുമുണ്ടി, മയില്. എന്തല്ല, ഒന്നുമല്ല, തെറ്റിയിരിക്കുക. ഒരു ചെറിയ കാക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള പക്ഷി കാക്കയല്ലേ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ സ്ഥിരം കാണുന്നതൊക്കെ തന്നെ. കാക്ക പറഞ്ഞില്ലേ മാറ്റുന്നതിന്? സ്ഥിരം കാണുന്നത് മറ്റെല്ലാവർക്കും അറിയാവുന്നേ. ചില ആൾക്കാർ നമ്മൾ കളിയാക്കിയ പേര്, പക്ഷിയുടെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. കാക്ക. തെറ്റായിട്ടോ. ഞാൻ ലോകത്തിലാ ചോദിച്ചത്. കാക്കയാണോ? ഉറപ്പിക്കാമല്ലോ. ഈ കാക്കയെന്ന് അറിയാമായിരുന്നു? അതോ നേരത്തെ അറിയായിരുന്നു അല്ലേ? പക്ഷെ കാക്കയല്ല, തെറ്റ പക്ഷി. കാക്ക ഉറപ്പിക്കാമല്ലോ. ഉറപ്പിക്കാമല്ലോ. ഇവിടെ എന്താ? പരുന്ത്. കാക്കയല്ല കേട്ടോ, തെറ്റാണ്. പരുന്ത് തെറ്റാണ്. ഒരു ചാൻസ് കൂടെ തരാം. കുയില്. കുയിൽ അറിയാമായിരുന്നു? ഇല്ല, അറിയായിരുന്നു. അറിയായിരുന്നു. കുയില് കൊറേ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ. ചെറിയൊരു പക്ഷി ഉണ്ടല്ലോ, കരിയിലൊക്കെ. അല്ല കേട്ടോ, ഞാൻ പക്ഷിയല്ല. എന്നെ നോക്കാം. നമ്മള് സ്ഥിരം കാണുന്നതൊക്കെ തന്നെ. ലോകത്തൊന്നും പക്ഷി ഇല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പക്ഷി നമ്മൾ മിക്കവരൊക്കെ അത് കാണാറൊക്കെ ഉള്ളത് തന്നെ. നമ്മളെന്തേലും മണ്ടത്തരം പറയണം. മണ്ടത്ത് കറക്റ്റായിട്ടുള്ള ചോദ്യം ഇത്. ഏതാ? അല്ല പറയേ. കാക്ക ഉറപ്പിക്കാവല്ലോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ? പക്ഷിയുടെ അത്ര ബന്ധമില്ല. പക്ഷിയായിട്ടില്ലേ? ഏതെങ്കിലും പക്ഷി പറ. പക്ഷി പറ. ഏതെങ്കിലും പറ. കാക്ക ഇരിക്കും. പരന്ത്. കുറച്ചില്ലേ? പരന്താണോ കാക്കയാണോ? പരന്ത്. രണ്ടുമല്ല കേട്ടോ, തെറ്റാ. അത് പറഞ്ഞില്ല. അത് നമ്മള് കാണുന്നതൊക്കെ തന്നെ സാധനമാണ് കാക്ക. വളർത്താറൊക്കെ ഉണ്ട്. കാക്കയല്ല കേട്ടോ. കാക്ക എല്ലായിടത്തും ഇല്ല. നമ്മള് വളർത്താറൊക്കെ ഉണ്ട്. തത്ത. തത്ത എന്നെങ്ങനെ അറിയാമായിരുന്നു? അതോ? ഇല്ല, ഗസ്സാണ്. വളർത്താറുണ്ടല്ലോ. വളർത്താറുണ്ട്. വളർത്തുന്ന എന്തും വേണ്ടി വേറെയൊക്കെ ഉണ്ട്. തത്തേന്ന് മാത്രം എടുത്ത് പറയാൻ കാര്യം. ഇത്രയും തത്തയുടെ പല ഇനങ്ങൾ പല നാട്ടിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് പേരത്തത്ത, പച്ചത്തത്ത, മഞ്ഞത്തത്ത. തത്തയല്ല കേട്ടോ, കാക്ക. കൊക്ക്. കാക്ക. അല്ലല്ല, കാക്ക. കാക്ക. എന്താ നിങ്ങൾ കാക്കയെന്ന് പറയാൻ കാര്യം? കാക്കയാണല്ലേ? പക്ഷെ കൊക്കെന്ന് പറയാൻ കാര്യം എന്താ അറിയാമായിരുന്നു? എല്ലാരും കാക്കയല്ലേ പറഞ്ഞു. വെറൈറ്റിക്ക് പറഞ്ഞാണോ കൊക്കെന്ന്?
കാക്കയും കൊക്കും അല്ലേ കേട്ടോ. കാക്ക എല്ലായിടത്തും കാണാൻ പറ്റുമോ? ഇവിടെ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ, എല്ലാ രാജ്യത്തൊന്നും ഇല്ല കാക്ക. ഓക്കെ, കാക്ക അല്ല, വേറെ ചാൻസ് കൊടുത്തരാം. നമ്മള് ഏറ്റവും കൂടുതൽ കാണാറൊക്കെ തന്നെ ഉള്ളതാണ്. നമ്മള് കൂടുതലും കാണാറൊക്കെ തന്നെ ഉള്ളത് കാക്കയല്ല, പക്ഷെ പരന്ത് വളർത്തുന്നതാണോ? നമ്മള് വളർത്തുന്നത്. അതിനെ കൊണ്ട് ഇഷ്ടംപോലെ ഉപകാരങ്ങളുണ്ട് മനുഷ്യന് ഇഷ്ടംപോലെ ഉപകാരങ്ങളോ. ചിലപ്പോ നമ്മള് കളിയാക്കി ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാറുണ്ട് പക്ഷിയുടെ പേര് കൊക്കാണോ? കൊക്ക്. അല്ല, തിരിയുന്നില്ല, മനസ്സിലായില്ല. കൊക്കെന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മള് കൂട്ടുകാരന്മാരെ കളിയാക്കണമെന്നില്ല, കാട്ട് കൊക്കെന്നൊക്കെ പറഞ്ഞില്ലേ കളിയാക്കുന്നത്. പിന്നെ ഉപകാരം ഒരുപാടുള്ളത്. പ്രാവാണോ? എന്തായാലും തെറ്റിരിക്കുക, രണ്ടതല്ല. കാക്ക. കാക്ക. ഞാൻ കണ്ടതിൽ വെച്ച് കാക്ക. കാക്ക. നീ ഏതൊക്കെ ലോകത്ത് പോയിട്ടുണ്ട്? ഞാൻ ലോകത്ത് പോയിട്ടില്ലേ, അതാണ് എന്റെ ലോകം. ഭൂമിയിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ഭൂമിയിൽ ഞാൻ ഇല്ല, ഞാൻ പോയിട്ടില്ല. പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ പക്ഷി ഏതാണെന്നുള്ള അറിയത്തില്ല. കാക്ക എനിക്കറിയാം. കേരളത്തിൽ, ഇന്ത്യയിൽ ഞാൻ കണ്ടുള്ള ഏറ്റവും കൂടുതൽ കാക്ക. കാക്കയല്ല, ഒരു ചാൻസ് കൊടുത്തരാം. നമ്മളൊക്കെ സ്ഥിരം കാണാറൊക്കെ ഉള്ള പക്ഷിയൊക്കെ തന്നെ. കൊക്ക്. നടന്നു പോവാ പക്ഷി എപ്പോഴും. നടക്കാറാണ് കൂടുതലുള്ളത്. അതെന്ത് പക്ഷിയാ? പറക്കാറില്ലാത്ത പക്ഷി. നടക്കുന്ന പക്ഷിയാ. പറക്കണ കുറവായിരിക്കും. അറിയാവോ? സുട്ടൂർ അറിയായിരിക്കും. കൂടുതൽ പറക്കത്തില്ല പക്ഷി. നിനക്കറിയാവോ? ഇല്ല, അറിയത്തില്ല. നിന്നെ ആ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. നിന്നെ കോഴി എന്നാണ് അറിയപ്പെടുന്നത്. അതല്ല, നിന്നെ ആ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഇല്ല. അറിയോ? എന്തായാലും പറയാ, കാക്കയല്ല വേറെ പക്ഷിയുടെ പേര് എനിക്കറിയത്തില്ല. ഇല്ല. ഇല്ലല്ലേ? എന്നാ ശരി. ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ സ്ഥിരം കാണുന്നതൊക്കെ തന്നെയാണ്. കാക്ക. കാക്ക അവിടെ പറഞ്ഞല്ലോ, മാറ്റി പറയാമല്ലോ. പ്രാവ്. എന്തായി കാക്കയെന്ന് പറയാൻ കാര്യം? അങ്ങനെ ഒന്നുമില്ല, കൂടുതൽ കാണണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ. നമ്മൾ കാണുന്ന, എന്നാലും വളർത്തിയിട്ട് നമ്മൾ തന്നെ കൊല്ലും. പ്രാവെന്ന് പറയാൻ കാര്യം എന്താ? അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കൂട്ടത്തോടല്ലേ കാണുന്നത്. വളർത്തിയിട്ട് കൊല്ലും. കോഴിയാണോ? ഓക്കെ, ഒരു ചെറിയ ചലഞ്ച് തരാം. കടൽ തോണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഇല്ലല്ലേ? എന്തായാലും ചെയ്തു വെക്ക്. ചേട്ടൻ പോലെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കിട്ടാല്ലേ? അപ്പൊ ഇനിയും കിട്ടും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്ക്. ഓക്കെ, ശരി. ചുമ്മാ ഒന്ന് ഗസ് ചെയ്തോ, കറക്റ്റ്. ചിലപ്പോൾ ശരിയാണെങ്കിൽ. പ്രാവ്. എന്താണ് ഈ പ്രാവ് എന്ന് പറയാൻ കാരണം? പുറത്തുള്ള പല വീഡിയോസിലും പ്രാവിനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവിനാണ് കാണുന്നത്. പ്രാവ് അല്ല, ഒരു ചാൻസ് കൊടുത്തരാം. ചെറിയ ക്ലൂ തരാം. നമ്മൾ കൂടുതലും വളർത്തുന്നതൊക്കെ ആയിരിക്കും. നമുക്ക് അതിനെ കൊണ്ട് ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട്. ലവ് ബേർഡ്സ് ആണോ? ലവ് ബേർഡ്സ്. വളർത്തിട്ട് കൊല്ലും നമ്മളെ. കോഴിയാണോ? കറക്റ്റ് ആയിട്ട് കോഴി. താങ്ക് യു. ഓക്കെ, ഒരു ചെറിയ ചലഞ്ച് തരാം. കടൽ തോണി എന്ന് പറയും യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഏതെങ്കിലും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഇല്ലല്ലേ? ഇതുവരെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല, അതെ. അപ്പൊ ഇനിയും എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, ശരിയാണ്. കാക്ക. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് നിങ്ങൾ? ഞങ്ങൾ ഒരു രാജ്യത്തും പോയിട്ടില്ല. ഇവിടെ കാക്കയല്ലേ കേട്ടോ, തെറ്റാ. ലോകത്ത് എല്ലാ രാജ്യവും വരത്തില്ല. ഇവിടെ കിടറുണ്ട്. ഇല്ല, അത് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളതാണ്. ഇത് കൂടുതൽ നടക്കാറാണുള്ളത്. നമ്മള് മിക്കവാറും എപ്പോഴും കാണാറുള്ളത് വളർത്താറൊക്കെ. ടക്ക്. കോഴി. ഇവിടെ കോഴി കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം. കടൽ തോണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ചെയ്തിട്ടുണ്ടോ? ഏതില്ലാലും ചെയ്താൽ മതി. ഫോളോ അല്ല കേട്ടോ. എന്തായാലും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഫോളോ അല്ല. എന്തായാലും ചെയ്ത് വെക്കാം. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അടിപൊളി ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ശരി. കാക്കയോ? എല്ലാ ലോകത്തും പോയിട്ടുണ്ടോ? എല്ലാ ലോകത്തും പോയിട്ടില്ല. ഒന്ന് രണ്ട് രാജ്യത്തെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലായിടത്തും കൂടുതൽ കാക്കയല്ലേ? അവിടെ കൂടുതലെല്ലാം കണ്ട കാക്കയല്ലേ? കാക്കയല്ല. എല്ലാവരും നിന്ന് ചോദിക്കുമ്പോ കാക്കയെന്ന് പറയാം, പക്ഷെ കാക്കയല്ല. ഒരു ചെറിയ ചാൻസ് കൂടെ തരാം. നമ്മള് സ്ഥിരം കാണുന്നതൊക്കെ തന്നെ.
പരന്നുമല്ല, ഇത് കൂടുതലും പറക്കാറൊന്നുമില്ല. നമ്മള് കാണുമ്പോ എല്ലാം നടന്നൊക്കെ പോന്നെ. നമ്മളതിനെ കൂടുതലും വളർത്താറൊക്കെ ഉണ്ട്. ലാസ്റ്റ് അതിനെ വെട്ടി കണ്ടിച്ചൊക്കെ തിന്നും. അതിനെ കൊല്ലും നമ്മള് ലാസ്റ്റ്. അതിനെ കൊണ്ട് ഭയങ്കര പ്രയോജനമാണ് നമുക്ക് അതിനെ കൊണ്ട്. ചിന്തിക്ക്, നമ്മളതിനെ വെട്ടി കണ്ടിച്ച് കറിയൊക്കെ വെച്ച് തിന്നും. കോഴി കറക്റ്റാ. ഓക്കെ, ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം. കടൽ തോണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. അപ്പൊ എന്തായാലും ചെയ്ത് വെക്ക്. ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും നീയും കിട്ടും കേട്ടോ. ശരി, എന്നാ സന്തോഷമായില്ലേ? കടൽ തോണി. ഓക്കെ. കാക്കയെല്ലാം പോകും, തെറ്റാണത്. അവസരം തരാം. നമ്മൾ കൂടുതലും കാണുന്നതാണത്. നമ്മള് അത് കൂടുതലായിട്ട് പറക്കാറൊന്നുമില്ല. കൂടുതൽ നമ്മൾ നടന്നു പോകുന്നൊക്കെ തന്നെ കാണുന്നത്. കോഴി കറക്റ്റ് ആയിട്ടോ. ഒരു ചെറിയ ചലഞ്ച് കൊടുത്തരാം. കടൽ തോണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ചെയ്തിട്ടുണ്ടോ? എന്തായാലും ചെയ്ത് വെക്ക്. ഇനി കാണുമ്പോൾ അടിപൊളി ഗിഫ്റ്റും ക്യാഷ് പ്രൈസും എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. തോണി പോട്ടെ എന്നാ. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4-5 ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ഗൈസ്.